പഹൽഗാം ഭീകരാക്രമണ വിഷയത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ പാകിസ്ഥാനിൽ നിന്നുള്ള 16 യൂട്യൂബ് ചാനലുകൾ ഭാരതത്തിൽ നിരോധിക്കുകയും ചെയ്തു. ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് തുടങ്ങി മുൻനിര പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയാണ് നിരോധിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വളരെ നിർണായക യോഗങ്ങളും കൂടിക്കാഴ്ചകളുമാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷ, അതിർത്തിയിലെ വിഷയങ്ങൾ, പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രധാന ചർച്ചാ വിഷയമാണല്ലോ ഗൗതം. വിനോദ്, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സെവൻ ലോ കല്യാൺ മാർഗിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളുടെ വിശദാംശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിക്കുന്നത്. ഒപ്പം അതിർത്തിയിൽ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനവും ഭാരതത്തിൻ്റെ സൈന്യം നൽകുന്ന പ്രത്യാക്രമണവും, ഈ വിഷയങ്ങളും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ചർച്ച ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ സൗത്ത് ബ്ലോക്കിലെത്തി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ട് ജമ്മു കാശ്മീരിലെ ഈ സൈന്യം നൽകുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ ഒരു ബ്രീഫിംഗ് നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടു. ഈ രണ്ട് സേനാ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സെവൻ ലോ കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ധരിപ്പിക്കുന്നത്. വിനോദ്, അതെ, പ്രധാനമന്ത്രിയുമായി ഈ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ വളരെ നിർണായകമായ ചില തീരുമാനങ്ങളും ഭാരതം കൈക്കൊള്ളുകയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നുള്ള 16 യൂട്യൂബ് ചാനലുകളാണ് രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളത്. അത് ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് തുടങ്ങി മുൻനിര പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഇവിടെ നിരോധിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ കൂടി ഗൗതം. വിനോദ്, പാകിസ്ഥാനെതിരായ നടപടികൾ കേന്ദ്ര സർക്കാർ തുടരുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ യൂട്യൂബ് ചാനലുകൾക്ക് കേന്ദ്ര IB മിനിസ്ട്രി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ പ്രക്ഷേപണ മന്ത്രാലയത്തിന് നൽകിയ നിർദ്ദേശപ്രകാരമാണ് 16 യൂട്യൂബ് ചാനലുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമായിട്ടുള്ള ഡോണിൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ആര്യ TV, ഒപ്പം ഈ ജിയോ TV തുടങ്ങിയ പാകിസ്ഥാനിലെ പ്രധാന മാധ്യമ സ്ഥാപനങ്ങളുടെ യൂട്യൂബ് ചാനലുകൾക്കാണ് ഭാരതത്തിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യ വിരുദ്ധമായ വാർത്തകൾ നൽകുകയും ഭാരതത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും മതസ്പർദ്ധ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ തുടർച്ചയായി നൽകി. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം IB മിനിസ്ട്രിയോട് ഇത്തരം ചാനലുകൾക്കെതിരെ നടപടി വേണമെന്നൊരു നിർദ്ദേശം ഇന്നലെ മുന്നോട്ട് വെച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ 16 യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയത്. ഗൗതം, അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഒരു വിശദാംശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കും, മാധ്യമങ്ങൾക്ക് ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? കാരണം വളരെ നിർണായകമായ ചർച്ചകൾ, വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയ്ക്ക് വിഷയമാകുന്നുണ്ട്. പ്രത്യേകിച്ചും സൈനിക നീക്കങ്ങളാകുമ്പോൾ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഏത് തരത്തിലായിരിക്കും? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ മന്ത്രിമാരുടെ പ്രതികരണം ഏത് നിലയിൽ ലഭിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഗൗതം? വിനോദ, അങ്ങനെ ഒരു ബ്രീഫിംഗ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവത്തില്ല. കാരണം ഇത് വളരെ തന്ത്രപ്രധാനവും അതോടൊപ്പം തന്നെ സൈനിക തലത്തിൽ നടക്കുന്ന ചില നീക്കങ്ങളുമാണ് ഈ സെവൻ ലോ കല്യാൺ മാർഗിൽ നടന്ന ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനം എന്നത്. അതിനാൽ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹം ഒരു രീതിയിലും അത്തരമൊരു ബ്രീഫിംഗ് നടത്താനുള്ള സാധ്യതകളില്ല. PMOയും അത്തരം റിപ്പോർട്ടുകൾ നൽകില്ല. കാരണം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ പ്രതിരോധ മന്ത്രി ബ്രീഫ് ചെയ്യുന്നത്. മാത്രമല്ല
എന്തൊക്കെയാണ് വരുന്ന അടുത്ത സ്റ്റെപ്പ് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം ചെയ്യാൻ പോകുന്നത്, അത് ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധവും നീക്കവുമായി അതോടൊപ്പം തന്നെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കോ അതല്ലെങ്കിൽ എയർ സ്ട്രൈക്കോ എന്താണ് ഇനിയും ഈ സൈനിക തലത്തിൽ പാകിസ്ഥാനിലേക്ക് നടത്താൻ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നത്. അതിനാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഒരു രീതിയിലും മാധ്യമങ്ങൾക്ക് നൽകില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് ഈ ജമ്മു കാശ്മീരിലെ ഓപ്പറേഷനുകളുടെ വിശദാംശവും അതോടൊപ്പം തന്നെ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമാണ് ഇരുവരും കൂടിക്കാഴ്ചയിലൂടെ ഈ പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത് എന്നതാണ്. ഒപ്പം ഇത് രാവിലെ കരസേനാ മേധാവി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രതിരോധ മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വിവരം ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ അജണ്ട എന്നത്. വളരെ കൃത്യമായ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ പങ്കുവെക്കുന്നത്. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പഹൽഗാമിലെ അവിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൻ്റെ സാഹചര്യം, അതിർത്തിയിൽ പ്രത്യേകിച്ചും പാകിസ്ഥാൻ നടത്തുന്ന അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അവരുടെ അതിക്രമങ്ങൾ, അതിനെ ചെറുക്കാനുള്ള മാർഗങ്ങൾ, കൃത്യമായി പഹൽഗാം വിഷയത്തിലുള്ള തിരിച്ചടി, ഇത്തരം കാര്യങ്ങളിലാണ് കൃത്യമായ ചർച്ച പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.